നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പ്രത്യാശയുടെ തിരുനാൾ നാളെ. ഈസ്റ്റർ ആഘോഷിക്കാനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. നാളെ പുലർച്ചെ ഉയിർപ്പ് തിരുനാൾ ശുശ്രൂഷകൾ. അഡ്വക്കേറ്റ് ജിസ്മോളും കുഞ്ഞുങ്ങളും മടങ്ങി. കണ്ണീരോടെ വിട ചൊല്ലി നാടും ബന്ധുക്കളും. മൃതദേഹങ്ങൾ സംസ്കരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതിയ പ്രവേശന കവാടം ഒരുങ്ങുന്നു. അത്യാഹിത വിഭാഗത്തിനും പ്രത്യേക കവാടം. നിർമ്മാണ ചെലവ് 1 കോടിയോളം രൂപ. കുതിച്ചുപാഞ്ഞ സ്വർണവില. പവന് 71,360 രൂപ. 3.5 മാസത്തിനുള്ളിൽ കൂടിയത് 14,000-ലധികം രൂപ. വാർത്തകൾ വിശദമായി. കുരിശുമരണത്തിന് ശേഷം ക്രിസ്തുദേവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയിൽ ഈസ്റ്റർ നാളെ ആഘോഷിക്കും. നാളെ പുലർച്ചെ ദൈവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഉയിർപ്പ് തിരുനാൾ ശുശ്രൂഷയും നടക്കും. പ്രത്യാശയുടെ തിരുനാളിനായി ലോകം ഒരുങ്ങി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഓർമ്മിപ്പിച്ചാണ് ഈസ്റ്റർ ആഘോഷം. ലോകരക്ഷയ്ക്കായി പിറന്ന യേശുദേവൻ കുരിശുമരണത്തിനു ശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മയാണ് ഈസ്റ്റർ. ഈസ്റ്ററിനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് വിശ്വാസികൾ. 50 ദിവസം നീണ്ടുനിന്ന നോമ്പാചരണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. വിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും ദിനങ്ങളായ പെസഹയും ദുഃഖവെള്ളിയും പ്രാർത്ഥനാ ദിനമായ ദുഃഖശനിയും കടന്നാണ് ഈസ്റ്റർ എത്തുന്നത്. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് മണർകാട് സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ പറഞ്ഞു. എല്ലാവർക്കും ആഘോഷനിർഭരമായ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. 50 ദിവസത്തെ നോമ്പും വ്രതവും ഒക്കെ ആചരിച്ചാണ് പാരമ്പര്യ സഭകൾ ഈസ്റ്ററിലേക്ക് കടന്നു വരിക. ഈസ്റ്റർ നൽകുന്ന സന്ദേശം ഈ ലോകത്തെ തിന്മയുടെ ശക്തികൾ അത് എത്ര ശക്തിപ്പെട്ടാലും ഒരു നാൾ നന്മ ജയിക്കുമെന്നുള്ള സൂചനയാണ്. എനിക്ക് തോന്നുന്നു ഈ ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും അന്തസത്തത അത് സാധ്യതമാവുക തന്നെ ചെയ്യും. ചില ദുഷ്ടശക്തികൾ ലോകത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും, ഇതിങ്ങനെ തുടർന്നു പോകുമോ? ഇല്ല, എങ്ങനെയെന്നറിയില്ല. ആ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി അവർ ആ നിലപാടിൽ നിന്ന് മാറുന്ന കാഴ്ച അനുദിനം കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഈസ്റ്റർ ദിനത്തിൽ ഒരു പ്രത്യാശയുടെ ദിനമാണ്. മരണകരമായതിനെ എല്ലാം തുടച്ചു നീക്കി ജീവന്റെ ആഘോഷം ഈ ലോകത്ത് പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസം. അശാന്തിയുടെ ലോകത്തിന് സമാധാനം പ്രഘോഷിക്കപ്പെടുന്ന ദിവസം. ഈസ്റ്ററിനോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ നാളെ പുലർച്ചെ പ്രത്യേക പ്രാർത്ഥനകളും ഉയിർപ്പ് ശുശ്രൂഷയും നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏറ്റുമാനൂരിൽ ജീവനൊടുക്കിയ അഡ്വക്കേറ്റ് ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും നാടിന്റെ അന്ത്യാഞ്ജലി. നീറികാട് ലൂർദ് മാതാ പള്ളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് ചെറുകര സെന്റ് മേരീസ് ജ്ഞാനായ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ഏറ്റുമാനൂർ പേരൂരിൽ മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയ അഡ്വക്കേറ്റ് ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും കണ്ണീരോടെ വിട നൽകി നാട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നീറിക്കാട് തൊണ്ണൻമാവുങ്കൽ ജിമ്മിയുടെ ഭാര്യ അഡ്വക്കേറ്റ് ജിസ്മോൾ മക്കളായ നേഹ, നോറ എന്നിവർക്കൊപ്പം മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയത്. പാലായിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ജിമ്മിയുടെ ഇടവകയായ നീറിക്കാട് ലൂർദ് മാതാ പള്ളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. ജിസ്മോളുടെ കുടുംബാംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് മൃതദേഹങ്ങൾ ജിമ്മിയുടെ വീട്ടിൽ കൊണ്ടുപോയിരുന്നില്ല. ഭർത്താവിന്റെയും മാതാവിന്റെയും സഹോദരിയുടെയും പീഡനം മൂലമാണ് ജിസ്മോൾ ജീവനൊടുക്കിയതെന്ന് പിതാവ് തോമസും സഹോദരനും ആരോപിച്ചിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് കണ്ണീരോടെ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അമ്മയുടെ ഇരുവശങ്ങളിലുമായി കിടത്തിയ കുഞ്ഞുങ്ങളെ കാണെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയവർ കണ്ണീർ പൊഴിച്ചു. പിന്നീട് ജിസ്മോളുടെ പാല വള്ളിച്ചിറയിലെ വീട്ടിലേക്ക് മൂവരെയും കൊണ്ടുപോയി. തുടർന്ന് പടിഞ്ഞാറ്റിൻകര പൂവത്തുങ്കലിലെ ചെറുകര സെന്റ് മേരീസ് ജ്ഞാനായ പള്ളി സെമിത്തേരിയിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിനും പ്രവേശന കവാടം. കവാടത്തിന്റെ നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 99 ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് പുതിയ കവാടം പണിയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പുതിയ പ്രവേശന കവാടത്തിന്റെ പണികൾ പുരോഗമിക്കുന്നു. അത്യാഹിത വിഭാഗത്തിന് പ്രത്യേകമായി പ്രവേശന കവാടം വേണമെന്ന ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ആശുപത്രിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന തരത്തിലാണ് പ്രവേശന കവാടത്തിന്റെ നിർമ്മാണം. ദിവസവും ആയിരക്കണക്കിന് രോഗികൾ കയറിയിറങ്ങുന്ന അത്യാഹിത വിഭാഗത്തിന് പ്രവേശന കവാടം ഉണ്ടായിരുന്നില്ല. 99 ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് പ്രവേശന കവാടം പണിയുന്നത്. ജില്ലാ സഹകരണ ബാങ്ക് നൽകിയ 62 ലക്ഷം രൂപയും ആശുപത്രി വികസന സമിതിയിൽ നിന്ന് നൽകിയ 37 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പ്രവേശന കവാടം പണിയുന്നത്. മെഡിക്കൽ കോളേജ് വജ്ര ജൂബിലി വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിക്കുന്ന പ്രധാന കവാടം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പ്രവേശന കവാടത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലാണ്.
ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്വർണ്ണവില പുതിയ ഉയരങ്ങൾ തൊട്ട് പവന് 71,360 രൂപയിലെത്തി. ജനുവരി 1 പവന് 57,200 രൂപ മാത്രമായിരുന്ന സ്വർണ്ണവിലയാണ് 3.5 മാസങ്ങൾക്കിപ്പുറം 71,360 രൂപയിൽ എത്തിയിരിക്കുന്നത്. സ്വർണ്ണവില ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. ഇന്ന് പവന് 71,360 രൂപയും ഗ്രാമിന് 8,920 രൂപയുമാണ്. ജനുവരി 1 പവന് 57,200 രൂപ മാത്രമായിരുന്നു. 3.5 മാസങ്ങൾക്കിപ്പുറം പവന് 14,160 രൂപയാണ് വർദ്ധിച്ചത്. വില 71,360 രൂപയിൽ എത്തിയതോടെ ഈ വർഷത്തെ നേട്ടം 24.76% ഉയർന്നിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിലും സ്വർണത്തിന് വലിയ തോതിലുള്ള വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത്. ഏപ്രിൽ 1 തീയതി 68,080 രൂപയായിരുന്നു വില. പിന്നീട് ഏപ്രിൽ 8 വിപണി വില 65,800 രൂപയായി. ഏപ്രിൽ 12 70,000 രൂപ കടന്ന് 70,160 രൂപയായി വർദ്ധിച്ചു. പല ദിവസങ്ങളിലെയും ഏറ്റക്കുറച്ചിലുകൾക്കൊടുവിൽ ഏപ്രിൽ 18 71,360 രൂപയായി സ്വർണ്ണവില ഉയർന്നു. ഇന്ന് വരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിലയിൽ എത്തി നിൽക്കുകയാണ് പൊന്ന്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ദേശീയ പുരസ്കാരം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. പരമ്പരാഗതമായ പദ്ധതികൾക്കൊപ്പം നൂതന പദ്ധതികളും ജനോപകാരപ്രദമായി നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് പുരസ്കാരം ലഭിച്ചത്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്ത വികസന പദ്ധതികളുടെയും പ്രോജക്റ്റുകളുടെയും അടിസ്ഥാനത്തിൽ നൽകുന്ന പുരസ്കാരമാണ് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാരം. ഇത്തവണത്തെ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ദേശീയ പുരസ്കാരത്തിന് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് അർഹമായി. ഈ അവാർഡിനായി കോട്ടയം ജില്ലയിൽ നിന്നും ചിറക്കടവ് പഞ്ചായത്ത് മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പരമ്പരാഗത പദ്ധതികൾക്കൊപ്പം നൂതന പദ്ധതികൾ ജനോപകാരപ്രദമായി നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് പുരസ്കാരം ലഭിച്ചത്. നൂതന പദ്ധതി പ്രവർത്തനങ്ങൾക്കും ശുചിത്വ കേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ചിറക്കടവ് പഞ്ചായത്തിൽ ഹരിതകർമ്മസേന നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കുമാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത്. ഭരണഘടനാ സാക്ഷരതാ യജ്ഞം, ദൃശ്യം ഫെസ്റ്റിവൽ തുടങ്ങിയ നൂതന പദ്ധതികൾ പുരസ്കാരം ലഭിക്കുന്നതിന് തുണയായതായി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ പറഞ്ഞു. പരമ്പരാഗത പദ്ധതികൾക്കൊപ്പം കാലഘട്ടത്തിന് അനുസൃതമായ നൂതന പദ്ധതികൾ ജനോപകാരപ്രദമായി നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുരസ്കാരം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. ഭരണഘടനാ സാക്ഷരതാ യജ്ഞം, ദൃശ്യം മെഗാ ഫെസ്റ്റിവൽ, കാതൽ പ്രാതൽ, കുട്ടികൾക്കുള്ള കായിക പരിശീലനം തുടങ്ങി നിരവധിയായ നൂതന പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള സമ്പൂർണ്ണ ശുചിത്വ കേരളം എന്ന മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി മാതൃകാപരമായ രീതിയിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം സംഘടിപ്പിച്ചതിനുള്ള പ്രത്യേക പുരസ്കാരവും കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൽ നിന്നും ലഭിക്കുകയുണ്ടായി. ഈ 2 പുരസ്കാരങ്ങളും ഗ്രാമപഞ്ചായത്തിന് കിട്ടിയ വലിയ അംഗീകാരമായിട്ട് ഞങ്ങൾ കാണുന്നു. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് സതീഷ് സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NT ശോഭന, അംഗങ്ങളായ അമ്പിളി ശിവദാസ്, ശ്രീലത സന്തോഷ്, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കുറവിലങ്ങാട് റോഡരികിൽ മദ്യം വിറ്റയാളെ എക്സൈസ് സംഘം പിടികൂടി. മീനച്ചിൽ സ്വദേശി സുധാകരനാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 1.5 ലിറ്റർ മദ്യം കണ്ടെടുത്തു. കുറവിലങ്ങാട് അനധികൃത മദ്യവിൽപ്പന നടത്തിയ ഇയാളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മീനച്ചിൽ, വേളിയന്നൂർ, ഊട്ടിയാനിക്കൽ സുധാകരൻ KK എന്നയാളെയാണ് കുറവിലങ്ങാട് എക്സൈസ് റേഞ്ച് ഓഫീസർ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഹരീഷ് ചന്ദ്രനും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 1.5 ലിറ്റർ മദ്യവും 2,400 രൂപയും പിടിച്ചെടുത്തു. പുതുവലി ജംഗ്ഷന് സമീപം റോഡരികിൽ വെച്ചായിരുന്നു ഇയാളുടെ മദ്യവിൽപ്പന. എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ ഇയാളെ നാളുകളായി നിരീക്ഷണത്തിലാക്കിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 30 വരെ റിമാൻഡ് ചെയ്തു. പ്രിവന്റീവ് ഓഫീസർ സുമോദ് PS, സിവിൽ എക്സൈസ് ഓഫീസർമാരായ R പ്രവീൺ, വരുൺ S നായർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മനീഷ KR, സന്തോഷ് TD എന്നിവരും റെയ്ഡിനുണ്ടായിരുന്നു. പൊൻകുന്നം ടൗണിൽ ഇലക്ട്രിക് പോസ്റ്റിൽ തീ കത്തി. ടൗണിൽ രാജേന്ദ്ര മൈതാനത്തിന് എതിർവശത്തുള്ള പോസ്റ്റിലാണ് തീ കത്തിയത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയപ്പോഴേക്കും ടാക്സി ഡ്രൈവർമാർ തീയണച്ചിരുന്നു. മറ്റ് നാശനഷ്ടങ്ങൾ ഒന്നുമുണ്ടായില്ല. KPCC സംസ്കാര സാഹിതിയുടെ കോട്ടയം ജില്ലാ വൈസ് ചെയർമാനായി സേവ്യർ മൂലകുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. സാഹിതി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റായിരുന്നു. നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റാണ് സേവ്യർ മൂലകുന്ന്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രത്യാശയുടെ തിരുനാൾ നാളെ. ഈസ്റ്റർ ആഘോഷിക്കാനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. നാളെ പുലർച്ചെ ഉയിർപ്പ് തിരുനാൾ ശുശ്രൂഷകൾ.
അഡ്വക്കേറ്റ് ജിസ്മോളും കുഞ്ഞുങ്ങളും മടങ്ങി. കണ്ണീരോടെ വിട ചൊല്ലി നാടും ബന്ധുക്കളും. മൃതദേഹങ്ങൾ സംസ്കരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതിയ പ്രവേശന കവാടം ഒരുങ്ങുന്നു. അത്യാഹിത വിഭാഗത്തിനും പ്രത്യേക കവാടം. നിർമ്മാണ ചെലവ് 1 കോടിയോളം രൂപ. കുതിച്ചു പാഞ്ഞ സ്വർണവില പവന് 71,360 രൂപ. 3.5 മാസത്തിനുള്ളിൽ കൂടിയത് 14,000-ലധികം രൂപ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.